Dear students, ഞാൻ ഷൈനി ജെയിൻ, കമ്പ്യൂട്ടർ സയൻസ് ടീച്ചർ, ഗവൺമെൻറ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ തൈക്കാട്. നമ്മൾ +2 കമ്പ്യൂട്ടർ സയൻസിലെ ഫസ്റ്റ് ചാപ്റ്റർ സ്ട്രക്ചേഴ്സ് ആൻഡ് പോയിൻറ്റേഴ്സ് ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. 4 ക്ലാസ്സുകൾ കഴിഞ്ഞു. ഇന്ന് 5ാമത്തെ ക്ലാസ്സാണ്. ഫസ്റ്റ് ചാപ്റ്ററിലെ ലാസ്റ്റ് ക്ലാസ്സാണ്. അപ്പോൾ പോയിൻ്റർ കൺസെപ്റ്റാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. അപ്പോൾ പോയിൻ്റർ എന്ന് പറയുന്നത് ഒരു റെഫറൻസ് വേരിയബിളാണ്. ആ റെഫറൻസ് വേരിയബിളിൽ സ്റ്റോർ ചെയ്യുന്നത് വേറെ ഏതെങ്കിലും ഒരു ഡേറ്റയുടെ മെമ്മറി അഡ്രസ്സ് ആയിരിക്കും. ആ കൺസെപ്റ്റ് നമ്മൾ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് അറേസ്, ന്യൂമറിക് അറേ എങ്ങനെ പോയിൻ്റർ യൂസ് ചെയ്ത് റെപ്രസെൻ്റ് ചെയ്യാമെന്നും പഠിച്ചു. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് പോയിൻ്റർ ആൻഡ് സ്ട്രിങ്. ഇപ്പോൾ സ്ട്രിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? കഴിഞ്ഞ വർഷം നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. സ്ട്രിങ് എന്ന് പറയുന്നത് ഒരു ക്യാരക്ടർ അറേ ആണ്. ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സിനെ സ്റ്റോർ ചെയ്യുമ്പോഴാണ് നമ്മൾ സ്ട്രിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ സ്ട്രിങ് ക്യാൻ ബി റെഫറൻസ് ബൈ ക്യാരക്ടർ അറേ. കഴിഞ്ഞ വർഷം നമ്മൾ ക്യാരക്ടർ അറേ യൂസ് ചെയ്ത് സ്ട്രിങ് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും എന്ന് പഠിച്ചു. ഇപ്പോൾ നെയിം ഓഫ് 20 എന്ന് കൊടുത്താൽ 20 ക്യാരക്ടേഴ്സ് വരെയുള്ള നെയിം ആ ക്യാരക്ടർ അറേ, നെയിം എന്ന് പറയുന്ന ക്യാരക്ടർ അറേക്കകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ പോയിൻ്റർ യൂസ് ചെയ്ത് നമുക്ക് ന്യൂമറിക് അറേ റെപ്രസെൻ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അപ്പോൾ ന്യൂമറിക് അറേയുടെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് ഒരു പോയിൻ്റർ വേരിയബിൾ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ അതിനോടുകൂടെ 1 കൂട്ടിയാൽ രണ്ടാമത്തെ എലിമെൻറ്റിനെ പോയിൻ്റ് ചെയ്യും, 2 കൂട്ടിയാൽ മൂന്നാമത്തെ എലിമെൻറ്റ്. അങ്ങനെ നമുക്ക് അടുത്തടുത്ത നെക്സ്റ്റ് എലിമെൻറ്റ്സിനെ കണ്ടുപിടിക്കാൻ വേണ്ടി മെമ്മറി അഡ്രസ്സിനോടൊപ്പം ഓരോന്ന് വീതം കൂട്ടി പോയിൻ്റർ അരിത്തമാറ്റിക് ഓപ്പറേഷൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ന്യൂമറിക് അറേ പ്രോസസ്സ് ചെയ്യാൻ സാധിക്കും. അതുപോലെ നമുക്ക് സ്ട്രിങ്ങിനെ, അതായത് ക്യാരക്ടർ അറേയും പോയിൻ്റർ യൂസ് ചെയ്ത് റെപ്രസെൻ്റ് ചെയ്യാം. പക്ഷേ ന്യൂമറിക് അറേയും ക്യാരക്ടർ അറേയും പ്രോസസ്സ് ചെയ്യുന്നത് 2 രീതിയിലാണ്. അപ്പോൾ അത് തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കി പോകണം. ക്യാരക്ടർ അറേയിലാണെങ്കിൽ ക്യാരക്ടർ അറേയുടെ പേര് അത് ആക്ട് ചെയ്യുന്നത് ഒരു സ്ട്രിങ് വേരിയബിൾ ആയിട്ടാണ്. അതിനകത്ത് ഇറ്റ് ക്യാൻ ഡിസ്പ്ലേ ദ എൻറ്റയർ സ്ട്രിങ്, മുഴുവൻ സ്ട്രിങ്. നമുക്കൊരു പേര് സ്റ്റോർ ചെയ്യണം. ഒരു പേര് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അരവിന്ദ് എന്നൊരു പേര് സ്റ്റോർ ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു ക്യാരക്ടർ അറേ എടുത്താൽ അല്ലെങ്കിൽ ഒരു സ്ട്രിങ് എടുത്താൽ ആ സ്ട്രിങ്ങിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു പോയിൻ്ററാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, $PTR എന്നൊരു പോയിൻ്ററാണ് എടുക്കുന്നതെങ്കിൽ ആ പോയിൻ്ററിൻ്റെ പേരിൽ, PTR എന്ന് പറയുന്ന പേരിൽ നമുക്ക് മുഴുവൻ പേരും സ്റ്റോർ ചെയ്യാനായിട്ട് കഴിയും. എന്നാൽ ന്യൂമറിക് അറേ ആണെങ്കിൽ ന്യൂമറിക് അറേയുടെ പേരിൽ സ്റ്റോർ ചെയ്യുന്നത് സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് മാത്രമാണ്. ദ നെയിം ഓഫ് എ ന്യൂമറിക് അറേ റിട്ടേൺസ് മെമ്മറി ലൊക്കേഷൻ ഓഫ് ഫസ്റ്റ് അറേ ഐറ്റം. അറേ ഐറ്റത്തിൻ്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് ആണ് അറേയുടെ നെയിമിൽ കിട്ടുന്നത് ന്യൂമറിക് അറേയിൽ. പക്ഷേ സ്ട്രിങ് ആകുമ്പോൾ സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് അല്ല, ആ ഹോൾ സ്ട്രിങ്, ആ പേര് മുഴുവൻ ആ സ്ട്രിങ് വേരിയബിളിൽ സ്റ്റോർ ചെയ്യും, പോയിൻ്റർ വേരിയബിളിൽ സ്റ്റോർ ചെയ്യും. അടുത്ത, ഇഫ് യു ആക്സസ് ദ സ്റ്റാർട്ടിംഗ് അഡ്രസ് ഓഫ് എ സ്ട്രിങ് ക്യാരക്ടർ പോയിൻ്റർ വി ഗെറ്റ് ദി എൻറ്റയർ സ്ട്രിങ്. അതായത് നമ്മൾ സ്റ്റാർട്ടിംഗ് അഡ്രസ്സ്, സ്ട്രിങ്ങിൻ്റെ ക്യാരക്ടർ പോയിൻ്ററിൻ്റെ ആദ്യത്തെ അഡ്രസ്സ്, ആംപേഴ്സൻ്റ് ഓപ്പറേറ്ററാണ് അഡ്രസ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചു. ഇപ്പോൾ ആംപേഴ്സൻ്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്ത് നമ്മൾ ഒരു ക്യാരക്ടർ പോയിൻ്ററിൻ്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് കണ്ടുപിടിക്കാൻ നോക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് ആയിരിക്കില്ല, വി ഗെറ്റ് ദി എൻറ്റയർ സ്ട്രിങ്. ആ എൻറ്റയർ സ്ട്രിങ്, ആ പേര് മുഴുവനായിട്ട് കിട്ടും. പക്ഷേ ന്യൂമറിക് അറേയിലാണെങ്കിൽ സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് റിട്ടേൺ ചെയ്യുന്നത് മെമ്മറി ലൊക്കേഷൻ ഓഫ് ദ ഫസ്റ്റ് അറേ ഐറ്റം ആയിരിക്കും. അപ്പോൾ അത് രണ്ട് തമ്മിലുള്ള വ്യത്യാസവും കൂടെ മനസ്സിലാക്കി പോകണം. ന്യൂമറിക് അറേയും ക്യാരക്ടർ അറേയും 2 രീതിയിലാണ് പ്രോസസ്സ് ചെയ്യുന്നത്. ന്യൂമറിക് അറേ ആണെങ്കിൽ ആദ്യത്തെ അറേ നെയിം അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് അഡ്രസ്സ്, പോയിൻ്ററിൻ്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ആ മെമ്മറി ലൊക്കേഷൻ ആയിരിക്കും കിട്ടുന്നത്. പക്ഷേ സ്ട്രിങ് ആണ് എടുക്കുന്നതെങ്കിൽ, ക്യാരക്ടർ പോയിൻ്ററാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന ഹോൾ സ്ട്രിങ് ആയിരിക്കും, എൻറ്റയർ സ്ട്രിങ് ആയിരിക്കും ആൻസറായിട്ട് കിട്ടുന്നത്. അത് ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് നോക്കാം. നമ്മളൊരു ക്യാരക്ടർ അറേ ഡിക്ലെയർ ചെയ്യാണ്, str of 20. അപ്പോൾ ഈ str of 20 എന്ന് പറയുന്ന ക്യാരക്ടർ അറേയെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു പോയിൻ്റർ യൂസ് ചെയ്യുകയും ചെയ്യാമെന്നാണ് ഇപ്പോൾ പഠിച്ചത്. sp എന്നെടുത്താൽ ഈ sp യൂസ് ചെയ്ത് നമുക്ക് ഈ ഒരു അറേ മുഴുവൻ പ്രോസസ്സ് ചെയ്യാൻ കഴിയും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം.
നമുക്ക് ആദ്യം ഒരു ക്യാരക്ടർ അറേ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് str. ഇനി അതിലേക്ക് ഒരു സ്ട്രിങ് ഇൻപുട്ട് ചെയ്യാനായിട്ട് നമ്മൾ cin str എന്ന് കൊടുക്കാം. cin str സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ വി ക്യാൻ ഇൻപുട്ട് എ സ്ട്രിങ് ടു ദാറ്റ് str എന്ന് പറയുന്ന അറേ. str എന്ന് പറയുന്ന അറേയിലേക്ക് നമുക്ക് ഒരു സ്ട്രിങ് മുഴുവനായിട്ട് കൊടുക്കാനായിട്ട് കഴിയും. ഇപ്പോൾ പ്രോഗ്രാം എന്നൊരു സ്ട്രിങ് ഇൻപുട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കാം. ഇനി നമുക്ക് അതിനെ വേറൊരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒരു ക്യാരക്ടർ പോയിന്റിലേക്ക് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ sp ഈക്വൽ ടു str എന്ന് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഈക്വൽ ടു ഓപ്പറേറ്റർ യൂസ് ചെയ്ത് ഒരു സ്ട്രിങ്ങിനെ ക്യാരക്ടർ പോയിന്റിലേക്ക് സ്റ്റോർ ചെയ്യാൻ കഴിയും. കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചത് സ്ട്രിങ് കോപ്പി ചെയ്യണമെങ്കിൽ സി സ്ട്രിങ് എന്നൊരു ഹെഡർ ഫയൽ ഇൻക്ലൂഡ് ചെയ്യണം. എന്നിട്ട് strcpy സ്ട്രിങ് കോപ്പി ഫങ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്കൊരു സ്ട്രിങ്ങിനെ കോപ്പി ചെയ്യാൻ കഴിയുമെന്നാണ് കഴിഞ്ഞ വർഷം പഠിച്ചത്. പക്ഷേ നമുക്ക് പോയിൻ്റർ യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ ഈക്വൽ ടു അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്ത് ഒരു സ്ട്രിങ്ങിനെ ഒരു ക്യാരക്ടർ പോയിന്റിലേക്ക് കോപ്പി ചെയ്യാം. അപ്പോൾ sp ഈക്വൽ ടു str എന്ന് പറയുന്ന ഒരു വാലിഡ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇനി അടുത്ത സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വരികയാണ് cout str. അപ്പോൾ str-ൽ നമ്മളിവിടെ പ്രോഗ്രാം എന്ന് പറയുന്ന ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട്. പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു സ്ട്രിങ്ങിനെയാണ് str-ൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ cout str എന്ന് കൊടുക്കുമ്പോൾ ഇറ്റ് ഡിസ്പ്ലേസ് പ്രോഗ്രാം എന്നുള്ളത് മോണിറ്ററിൽ കാണിക്കും. അപ്പോൾ str എന്ന് പറയുന്നത് ആ ക്യാരക്ടർ അറേയുടെ നെയിമാണ്. ക്യാരക്ടർ അറേയുടെ നെയിം കൊടുത്തപ്പോൾ നമുക്ക് കിട്ടിയത് ആ ഫുൾ സ്ട്രിങ് ആണ്. പ്രോഗ്രാം എന്ന് പറയുന്ന ഫുൾ സ്ട്രിങ് ആണ് കിട്ടിയത്. പക്ഷേ ഇതൊരു ന്യൂമറിക് അറേ ആയിരുന്നു എങ്കിൽ നമുക്ക് കിട്ടുന്നത് അറേയുടെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് ആയിരിക്കും. പക്ഷേ ക്യാരക്ടർ അറേക്ക് കിട്ടുന്നത് ഫുൾ സ്ട്രിങ് ആയിരിക്കും. അടുത്ത സിമിലർ ടു ദാറ്റ് str-നെ നമ്മൾ sp എന്ന് പറയുന്ന ഒരു പോയിന്റിലേക്ക് കോപ്പി ചെയ്തിട്ടുണ്ട്. cout sp കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നതും പ്രോഗ്രാം എന്ന് തന്നെ ആയിരിക്കും. കാരണം str-ലുള്ള കണ്ടൻറ്റ് sp-യിലേക്ക് കോപ്പി ആയിട്ടുണ്ട്. അപ്പോൾ പ്രോഗ്രാം എന്ന് പറയുന്ന sp-യിലേക്ക് കോപ്പി ആയിട്ടുണ്ട്. അപ്പോൾ പോയിൻ്റിൻ്റെ പേര് കൊടുത്താൽ നമുക്ക് കിട്ടുന്നത് പ്രോഗ്രാം എന്നായിരിക്കും. ഇനി അടുത്ത് നമ്മൾ ആംപർസാൻഡ് ഓപ്പറേറ്റർ യൂസ് ചെയ്ത് ഇതേ കാര്യം ചെയ്ത് നോക്കുകയാണ്. cout *str0. ആംപർസാൻഡ് എന്ന് പറയുന്നത് അഡ്രസ് ഓഫ് ഓപ്പറേറ്റർ ആണ്. നമ്മൾ ആദ്യം പോയിൻ്റിൻ്റെ ആദ്യത്തെ ക്ലാസ്സിൽ പഠിച്ചു. 2 ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ആംപർസാൻഡ് എന്ന് പറയുന്നത് അഡ്രസ് ഓഫ് ഓപ്പറേറ്ററും സ്റ്റാർ എന്ന് പറയുന്ന വാല്യൂ അറ്റ് അല്ലെങ്കിൽ ഇൻഡയറക്ഷൻ ഓപ്പറേറ്ററും. കണ്ടൻറ്റ് കണ്ടുപിടിക്കാൻ, വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് സ്റ്റാർ sp. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം യൂസ് ചെയ്യുന്ന ആംപർസാൻഡ് ഓപ്പറേറ്ററാണ് അഡ്രസ് ഓഫ് ഓപ്പറേറ്റർ. ആംപർസാൻഡ് str0 എന്ന് കൊടുത്താൽ നമുക്ക് കിട്ടുന്നത് പ്രോഗ്രാം എന്ന് പറയുന്ന ഫുൾ സ്ട്രിങ് ആയിരിക്കും. ഈ അറേയുടെ നെയിം കൊടുക്കുമ്പോൾ, ക്യാരക്ടർ അറേയുടെ നെയിം കൊടുക്കുമ്പോൾ കിട്ടുന്ന പോലെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് നമ്മൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഫുൾ സ്ട്രിങ് ആയിരിക്കും. എന്നാൽ ന്യൂമറിക് അറേയിലാണെങ്കിൽ ആംപർസാൻഡ് ഇട്ട് കൊടുക്കുമ്പോൾ സ്റ്റാർട്ടിംഗ് അഡ്രസ്സാണ് കിട്ടുന്നത്. പക്ഷേ ക്യാരക്ടർ അറേ വരുമ്പോൾ വ്യത്യാസമുണ്ട്. ആംപർസാൻഡ് ഓപ്പറേറ്റർ ഇട്ട അഡ്രസ് ഓഫ് ഫസ്റ്റ് എലിമെൻറ്റ് str0 എന്ന് പറയുന്നതാണ് അറേയിലെ ആദ്യത്തെ എലിമെൻറ്റ്. അപ്പോൾ അതിൻ്റെ അഡ്രസ്സ് കണ്ടുപിടിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് കിട്ടുന്നത് ഫുൾ സ്ട്രിങ് ആയിരിക്കും. കാരണം സ്ട്രിങ് കംപ്ലീറ്റ് ആയിട്ടാണ് ആ സ്ട്രിങ് വേരിയബിളിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത്, ക്യാരക്ടർ അറേയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇനി അടുത്ത ഒരു എക്സാമ്പിൾ നോക്കിയാണ് cout str0. str0 എന്ന് പറയുന്നത് ഒന്നാമത്തെ എലിമെൻ്റാണ്, അറേയിലെ ഒന്നാമത്തെ എലിമെൻ്റാണ്. അത് കൊടുത്താൽ ന്യൂമറിക് അറേയിലെ പോലെ തന്നെ ആദ്യത്തെ ക്യാരക്ടർ ഡിസ്പ്ലേ ചെയ്യും. ന്യൂമറിക് അറേയിലും അറേ ഓഫ് 0 കൊടുത്താൽ ആ അറേയിലെ ആദ്യത്തെ ഐറ്റം കിട്ടും. അതുപോലെ str0 കൊടുത്താൽ ഈ ക്യാരക്ടറിലെ പ്രോഗ്രാം എന്ന് പറയുന്ന സ്ട്രിങ്ങിൽ ആദ്യത്തെ ക്യാരക്ടർ കിട്ടും. cout *sp എന്ന് കൊടുക്കുകയാണെങ്കിലും ഇതുപോലെ തന്നെ ആദ്യത്തെ ക്യാരക്ടർ കിട്ടും. *sp എന്ന് പറയുമ്പോൾ പോയിൻ്റിൻ്റെ പേരാണ് sp. സ്റ്റാർ എന്ന് പറയുന്ന വാല്യൂ അറ്റാണ്, വാല്യൂ അറ്റ് sp എന്ന് പറയുന്നത് ആ ക്യാരക്ടർ അറേയുടെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് ആയിരിക്കും. അപ്പോൾ ആ സ്റ്റാർട്ടിംഗ് അഡ്രസ്സിലെ കണ്ടൻറ്റ്, സ്റ്റാർട്ടിംഗ് അഡ്രസ്സിൽ ആദ്യത്തെ ലെറ്റർ, ആദ്യത്തെ കണ്ടൻറ്റ് കിട്ടുന്നത് p എന്നായിരിക്കും. അപ്പോൾ ഇത് രണ്ടും ന്യൂമറിക് അറേ പോലെ തന്നെയാണ് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നത്. പക്ഷേ അഡ്രസ്സ് എടുത്താൽ നമുക്ക് ഫുൾ സ്ട്രിങ് കിട്ടും. If we access the address of a string data, we get the string itself. നമ്മൾ സ്ട്രിങ് ഡേറ്റയുടെ അഡ്രസ്സ് ആക്സസ് ചെയ്താൽ നമുക്ക് ആ സ്ട്രിങ് മുഴുവനായിട്ട് കിട്ടും.
But str of 0 and star sp gives the first character of the string similar to integer array. എന്നാൽ str of 0യും സ്റ്റാർ എസ് പിയും നമുക്ക് റിട്ടേൺ ചെയ്യുന്നത് ഇൻറ്റിജർ അറേ പോലെ തന്നെ ആദ്യത്തെ എലിമെൻ്റ്, ആദ്യത്തെ ക്യാരക്ടർ ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോ? ഇനി അടുത്ത എന്തൊക്കെയാണ് ക്യാരക്ടർ പോയിന്റർ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള നേട്ടങ്ങൾ, അഡ്വാൻറ്റേജസ് ഓഫ് ക്യാരക്ടർ പോയിന്റർ. ഒന്നാമത്, ദർ ഈസ് നോ സൈസ് സ്പെസിഫിക്കേഷൻ, സോ എ സ്ട്രിങ് വിത്ത് എനി നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ക്യാൻ ബി സ്റ്റോർഡ്. നമുക്ക് ക്യാരക്ടർ അറേ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ നെയിമാണ് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്യാർ നെയിം ഓഫ് 20 അങ്ങനെ ആദ്യമേ ഫിക്സ് ചെയ്ത് കൊടുക്കും. അപ്പോൾ 20 ക്യാരക്ടേഴ്സേ നമുക്ക് അതിനകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റും. 20യേക്കാൾ കൂടുതൽ ക്യാരക്ടേഴ്സ് ഉള്ളൊരു നെയിം വന്നാൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ കഴിയില്ല. എന്നാൽ ക്യാരക്ടർ പോയിന്റർ ഉപയോഗിക്കുകയാണെങ്കിൽ ഇൻറ്റ് സ്റ്റാർ എസ് പി എന്ന് നമ്മൾ ഒരു ക്യാരക്ടർ പോയിന്ററാണ് ഡിക്ലെയർ ചെയ്യുന്നത്. അതിൽ എത്ര ക്യാരക്ടേഴ്സ് വേണമെങ്കിലും സ്റ്റോർ ചെയ്യാം. എസ് പി എന്ന് പറയുന്നത് റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു സ്ട്രിങ്ങിനെയാണ്. ആ എസ് പിക്കകത്ത് എത്ര ക്യാരക്ടേഴ്സ് വേണമെങ്കിലും സ്റ്റോർ ചെയ്യാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് സൈസ് സ്പെസിഫിക്കേഷൻ ഇല്ല. രണ്ടാമത്തത്, മെമ്മറി വേസ്റ്റേജ് ക്യാൻ ബി അവോയ്ഡഡ് ബൈ ഇനിഷ്യലൈസിങ് ക്യാരക്ടർ പോയിന്റ് വിത്ത് സ്ട്രിങ് ഡേറ്റ. നമ്മൾ സ്റ്റാർ എസ് ടി ആർ ഈക്വൽ ടു പ്രോഗ്രാം എന്ന് കൊടുക്കുകയാണെങ്കിൽ പ്രോഗ്രാമിനകത്ത് 1 2 3 4 5 6 7 ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ എസ് ടി ആറിൻ്റെ സൈസ് എന്ന് പറയുന്നത് 7 എന്ന് അസൈൻ ചെയ്തോളും, 7 ആയിട്ട് എടുത്തോളും. നമ്മൾ എന്നാൽ ക്യാരക്ടർ അറേ ആയിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ എന്ത് ചെയ്യും, സ്ട്രിങ് ഓഫ് 20 എന്ന് കൊടുക്കും. അപ്പോൾ അത്രയും മെമ്മറി സ്പേസ് 7 ക്യാരക്ടർ സ്റ്റോർ ചെയ്താൽ മതി. പക്ഷേ 20 കൊടുക്കുകയാണെങ്കിൽ ബാക്കി 13 സ്പേസ് വെറുതെ വേസ്റ്റ് ആകും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ക്യാരക്ടർ പോയിന്റർ ഉപയോഗിക്കുകയാണെങ്കിൽ മെമ്മറി വേസ്റ്റേജ് അവോയ്ഡ് ചെയ്യാം. അടുത്ത, അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ക്യാൻ ബി യൂസ് ടു കോപ്പി സ്ട്രിങ്സ്. കഴിഞ്ഞ എക്സാമ്പിൾ നമ്മൾ പഠിച്ചു. ഇവിടെ നമുക്ക് ക്യാരക്ടർ പോയിന്റർ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ strcpy ഫംഗ്ഷനൊന്നും എടുക്കണ്ട, സ്ട്രിങ് കോപ്പി ചെയ്യാൻ വേണ്ടി വേറെ ഫംഗ്ഷനൊന്നും വേണ്ട. അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ഈക്വൽ ടു ഓപ്പറേറ്റർ യൂസ് ചെയ്ത് സ്ട്രിങ് കോപ്പി ചെയ്യാൻ കഴിയും. അടുത്ത പോയിന്റർ അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ക്യാൻ ബി യൂസ് ടു ആക്സസ് ക്യാരക്ടേഴ്സ് ഇൻ ദ സ്ട്രിങ്. സ്ട്രിങ്ങിലെ ക്യാരക്ടേഴ്സിനെ ആക്സസ് ചെയ്യാൻ വേണ്ടി പോയിന്റർ അരിത്തമെറ്റിക് എന്ന് പറയുമ്പോൾ പ്ലസും മൈനസും നമുക്ക് ഇൻക്രിമെൻ്റ് ഡിക്രിമെൻ്റ് ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് സ്ട്രിങ്ങിലെ ക്യാരക്ടേഴ്സിനെ ആക്സസ് ചെയ്യാൻ കഴിയും. ഒരു അഡ്വാൻറ്റേജ് കൂടെ ഉണ്ട്, അറേ ഓഫ് സ്ട്രിങ്സ് ക്യാൻ ബി യൂസ് വിത്ത് മിനിമം മെമ്മറി സ്പേസ്. അപ്പം നമുക്ക് ഒരു പേര് സ്റ്റോർ ചെയ്യാൻ ഒരു സ്ട്രിങ്. അങ്ങനെ ക്ലാസ്സിൽ 46 കുട്ടികളുണ്ട് അല്ലെങ്കിൽ 60 കുട്ടികളുണ്ട്, അവരുടെ എല്ലാവരുടെയും പേര് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അറേ ഓഫ് സ്ട്രിങ്സ് എടുക്കണം. അപ്പോൾ അതും നമുക്ക് അറേ ഓഫ് സ്ട്രിങ്സ് എടുക്കാൻ പറ്റും വിത്ത് മിനിമം മെമ്മറി സ്പേസ്. കുറച്ച് മെമ്മറി സ്പേസിൽ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും. കാരണം മെമ്മറി വേസ്റ്റേജ് പോയിന്റർ യൂസ് ചെയ്യുകയാണെങ്കിൽ മെമ്മറി വേസ്റ്റേജ് ഉണ്ടാകില്ല. ആവശ്യമുള്ള എത്ര ക്യാരക്ടേഴ്സ് ഉണ്ടോ അത്രയും ക്യാരക്ടേഴ്സിൻ്റെ മെമ്മറി സ്പേസ് മാത്രമേ ഇതിൽ യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ അറേ ഓഫ് സ്ട്രിങ്സും നമുക്ക് ക്യാരക്ടർ പോയിന്റർ യൂസ് ചെയ്ത് എടുക്കാനായിട്ട് കഴിയും. കൂടുതൽ പേരുകൾ സ്റ്റോർ ചെയ്യാനായിട്ട് അറേ ഓഫ് സ്ട്രിങ്സ് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അറേ ഓഫ് സ്ട്രിങ്സ് കൂടുതൽ പേരുകൾ സ്റ്റോർ ചെയ്യാനായിട്ട് അറേ ഓഫ് സ്ട്രിങ്സ് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അതെന്താണെന്ന് ഒരിക്കൽ കൂടെ ഒന്ന് നോക്കാം. കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചത് ഇപ്പോൾ ഇതുപോലെ കുറേ കുട്ടികളുടെ പേര് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അറേ ഓഫ് ക്യാരക്ടർ അറേസ് യൂസ് ചെയ്യാമെന്ന് കഴിഞ്ഞ വർഷം പഠിച്ചു. അതിനെ 2 ഡയമെൻഷണൽ അറേ എന്ന് പറയും. അപ്പോൾ ആ 2 ഡയമെൻഷണൽ അറേ യൂസ് ചെയ്യുന്നതിന് പകരം പോയിന്റർ യൂസ് ചെയ്യണമെങ്കിൽ അറേ ഓഫ് ക്യാരക്ടർ പോയിന്റേഴ്സ് യൂസ് ചെയ്യാം. ഒരു അറേക്ക് പകരം ഒരു ക്യാരക്ടർ പോയിന്റർ. അപ്പോൾ അങ്ങനെ 50 കുട്ടികളുടെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യണമെങ്കിൽ 50 ക്യാരക്ടർ പോയിന്റർ വേണം. അപ്പം 50 എലിമെൻറ്റ്സ് ഉള്ള ഒരു അറേ എടുക്കാം. അറേ ഓഫ് ക്യാരക്ടർ പോയിന്റേഴ്സ് ക്യാൻ ബി യൂസ് ടു സ്റ്റോർ എ ലിസ്റ്റ് ഓഫ് നെയിംസ് ഓർ സ്ട്രിങ്സ്. കുറേ പേരുകൾ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്ട്രിങ്സ് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അറേ ഓഫ് ക്യാരക്ടർ പോയിന്റേഴ്സ് യൂസ് ചെയ്യാം. എക്സാമ്പിൾ, നമുക്ക് വീക്ക് നെയിംസ് സ്റ്റോർ ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ക്യാർ സ്റ്റാർ വീക്ക് നെയിം ഓഫ് 7 എന്നെടുത്തു. സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ അങ്ങനെ നമുക്ക് 7 ദിവസങ്ങളുടെ പേര് സ്റ്റോർ ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ക്യാർ സ്റ്റാർ വീക്ക് നെയിം ഓഫ് 7 എന്നെടുക്കുന്നു. ഈ അറേയിൽ നമുക്ക് 7 സ്ട്രിങ്ങുകൾ സ്റ്റോർ ചെയ്യാം. ആദ്യം ഇനിഷ്യലൈസ് ചെയ്യാണ്. ക്യാർ സ്റ്റാർ വീക്ക് നെയിം ഓഫ് 7 ഈക്വൽ ടു സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, സാറ്റർഡേ വരെ കൊടുക്കാം. കേളിംഗ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് സെമിക്കോളൻ കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വീക്ക് നെയിം എന്ന് പറയുന്നത് ഒരു അറേ ആണ്, ഒരു ക്യാരക്ടർ അറേ ടു എ ക്യാരക്ടർ പോയിന്റർ ആണ്. അറേ ഓഫ് ക്യാരക്ടർ പോയിന്റേഴ്സ് ആണ് ഇത്. ഓക്കെ,
അപ്പോൾ അതിൽ ഓരോന്നിലും ഓരോ ക്യാരക്ടർ പോയിന്റിലും ഓരോ ഐറ്റംസ് ആയിട്ട് സ്റ്റോർ ചെയ്യും. ആദ്യത്തെ ക്യാരക്ടർ പോയിന്റിൽ സൺഡേ, രണ്ടാമത്തേൽ മൺഡേ, ട്യൂസ്ഡേ, അങ്ങനെ 7 ക്യാരക്ടർ പോയിന്റേഴ്സ് നമുക്ക് യൂസ് ചെയ്യുന്ന അറേയാണിത്. ഇനി ഇതിനകത്തുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യണമെങ്കിലോ അതിനായിട്ടൊരു ഫോർ ലൂപ്പ് യൂസ് ചെയ്യാം. ഫോർ i = 0, i less than 7, i plus plus. Cout week name of i എന്ന് കൊടുക്കുകയാണെങ്കിൽ ആദ്യം വീക്ക് നെയിം ഓഫ് 0 വരും, വീക്ക് നെയിം ഓഫ് 1, വീക്ക് നെയിം ഓഫ് 2, അങ്ങനെ ഓരോന്നായിട്ട്. വീക്ക് നെയിം ഓഫ് 0ൽ സൺഡേ കിട്ടും, വീക്ക് നെയിം ഓഫ് 1 മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, സാറ്റർഡേ വരെ ഡിസ്പ്ലേ ചെയ്യും. അപ്പോൾ ഇതാണ് അറേ ഓഫ് സ്ട്രിങ്സ് യൂസിങ് അറേ ഓഫ് ക്യാരക്ടർ പോയിന്റേഴ്സ്. അപ്പോൾ 2 രീതിയിൽ നമുക്ക് അറേ ഓഫ് സ്ട്രിങ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അറേ ഓഫ് അറേയും യൂസ് ചെയ്യാം, അറേ ഓഫ് ക്യാരക്ടർ പോയിന്റർ. അറേ ഓഫ് അറേ ആണെങ്കിൽ ക്യാർ വീക്ക് നെയിം ഓഫ് 7 ആ രീതിയിൽ കൊടുക്കണം, അല്ലെങ്കിൽ 720 ആ രീതിയിൽ കൊടുക്കണം. അപ്പം അങ്ങനെ കൊടുക്കുന്നതിന് പകരം 2 ഡയമെൻഷണൽ അറേ ക്രിയേറ്റ് ചെയ്യുന്നതിന് പകരം സിംഗിൾ ഡയമെൻഷനിൽ തന്നെ ക്യാരക്ടർ പോയിന്റേഴ്സ് യൂസ് ചെയ്യുന്നു. ആ രീതിയിൽ നമുക്ക് അറേ ഓഫ് സ്ട്രിങ്സ് ക്രിയേറ്റ് ചെയ്യാം. ഇനി അടുത്ത ടോപ്പിക്ക് പോയിന്റർ ആൻഡ് സ്ട്രക്ചർ. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ ഹെഡിങ് തന്നെ എന്താണ്? സ്ട്രക്ചേഴ്സ് ആൻഡ് പോയിന്റേഴ്സ്. അപ്പോൾ സ്ട്രക്ചർ എന്താണെന്ന് പഠിച്ചു, പോയിന്റർ എന്താണെന്ന് പഠിച്ചു. ഇനി നമ്മൾ ഈ ചാപ്റ്ററിൽ അവസാനത്തെ ടോപ്പിക്കിലേക്ക് വരികയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ രണ്ടിനെയും കൂടെ കമ്പൈൻ ചെയ്യുകയാണ്, പോയിന്ററിനെയും സ്ട്രക്ചറിനെയും കൂടെ കണക്ട് ചെയ്യുകയാണ്. അപ്പോൾ പോയിന്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് പോയിന്റർ? പോയിന്റർ ഈസ് എ റെഫറൻസ് വേരിയബിൾ ദാറ്റ് ക്യാൻ ഹോൾഡ് ദ അഡ്രസ് ഓർ മെമ്മറി ലൊക്കേഷൻ ഓഫ് അനദർ ഡേറ്റ. വേറൊരു ഡേറ്റയുടെ അഡ്രസ് അല്ലെങ്കിൽ മെമ്മറി ലൊക്കേഷൻ സ്റ്റോർ ചെയ്യുന്നൊരു റെഫറൻസ് വേരിയബിളാണ് പോയിന്റർ. What is structure? Structure is a user-defined data type that can hold different types of data. പല ഡേറ്റ ടൈപ്പിലുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡേറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പാണ് സ്ട്രക്ചർ. അപ്പോൾ ഇനി അതെന്താണെന്ന് നോക്കാം. പോയിന്ററും സ്ട്രക്ചറും കൂടെ എങ്ങനെ പോയിന്റർ യൂസ് ചെയ്ത് സ്ട്രക്ചേഴ്സിനെ ആക്സസ് ചെയ്യും. അപ്പോൾ ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് പഠിക്കാം. ആദ്യം നമ്മളൊരു എംപ്ലോയി എന്ന് പറയുന്ന സ്ട്രക്ചറിനെ ഡിഫൈൻ ചെയ്യാണ്. സ്ട്രക്ട് എംപ്ലോയി. അതിനകത്ത് എംപ്ലോയി കോഡുണ്ട്, എംപ്ലോയി നെയിമുണ്ട്, സാലറി ഉണ്ട്. ഇത് പല ഡേറ്റ ടൈപ്പിലുള്ള ഡേറ്റ ഐറ്റംസാണ്. ഇൻറ്റിജർ ഡേറ്റ ഐറ്റം, ഇതൊരു ക്യാരക്ടർ അറേയാണ്. പിന്നെ ഒരു ഫ്ലോട്ട് ഡേറ്റയും ഉണ്ട്, സാലറി സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഒരു ഫ്ലോട്ട് ഡേറ്റയും കൊടുത്തിട്ടുണ്ട്. ഇനി ഈ എംപ്ലോയിയുടെ സാധാരണ നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? ഇത് സ്ട്രക്ചർ ടാഗാണ്. എംപ്ലോയി എന്ന് പറയുന്ന സ്ട്രക്ചർ ടാഗാണ്. അതായത് നമ്മൾ യൂസർ ഡിഫൈൻ ചെയ്ത പുതിയ ഡേറ്റ ടൈപ്പിൻ്റെ പേരാണ് എംപ്ലോയി. എംപ്ലോയി എന്ന് പറയുന്ന ഡേറ്റ ടൈപ്പിനകത്ത് എംപ്ലോയി കോഡും ഇ നെയിമും സാലറിയും ഉണ്ട്. 3 ഡിഫറെൻറ്റ് ഡേറ്റ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ സാധാരണ നമ്മൾ എംപ്ലോയി S1 അല്ലെങ്കിൽ എംപ്ലോയി E1 അങ്ങനെയൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ സാധാരണ വേരിയബിളിന് പകരം പോയിന്റർ വേരിയബിളും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ പോയിന്റർ വേരിയബിൾ ക്രിയേറ്റ് ചെയ്താൽ ഈ PTR എന്ന് പറയുന്ന പോയിന്റർ വേരിയബിളിൽ സ്റ്റോർ ചെയ്യുന്നത് ഈ സ്ട്രക്ചറിൻ്റെ സ്റ്റാർട്ടിങ് അഡ്രസ്സ് ആയിരിക്കും. അപ്പോൾ ഈ PTR ഈസ് എ പോയിന്റർ വേരിയബിൾ ദാറ്റ് ഹോൾഡ്സ് അഡ്രസ് ഓഫ് സ്ട്രക്ചർ. അപ്പോൾ ഡയറക്റ്റായിട്ട് നമ്മൾ സാധാരണ വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് പകരം നമുക്ക് ഒരു പോയിന്റർ വേരിയബിൾ സ്ട്രക്ചറിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെ ക്രിയേറ്റ് ചെയ്താൽ നമുക്കിതിൽ ഡേറ്റ ഐറ്റംസിനെ ഈ കോഡ്, ഇ നെയിം, സാലറി അതിനെ ആക്സസ് ചെയ്യുന്നതിന് വ്യത്യാസമുണ്ട്. സാധാരണ നമ്മൾ നോർമൽ വേരിയബിൾ ആണെന്നുണ്ടെങ്കിൽ ഡോട്ട് ഓപ്പറേറ്റർ ഇട്ടാണ് നമ്മൾ ആക്സസ് ചെയ്യുന്നത്. S1 ഡോട്ട് ഇ കോഡ്, S1 ഡോട്ട് ഇ നെയിം, S1 ഡോട്ട് സാലറി, അങ്ങനെ ഡോട്ട് ഓപ്പറേറ്ററാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ പോയിന്റർ ആണെങ്കിൽ ഡോട്ട് ഓപ്പറേറ്റർ ഉപയോഗിക്കാൻ കഴിയില്ല. അതിന് പോയിന്റർ വേരിയബിളാണ് ഡിക്ലെയർ ചെയ്യുന്നതെങ്കിൽ അതിന് യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ ആരോ ഓപ്പറേറ്ററാണ്. ഒരു ഹൈഫൺ ആൻഡ് ആരോ, ഹൈഫണും ആരോയും കൂടി ചേർത്തിട്ടുള്ള ഒരു ഓപ്പറേറ്ററാണ് നമ്മൾ സ്ട്രക്ചർ പോയിന്ററിൽ നിന്ന് ഡേറ്റ ഐറ്റംസിനെ ആക്സസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ എംപ്ലോയി സ്റ്റാർ PTR. അടുത്ത അതിന് ഡൈനാമിക്കായിട്ട് മെമ്മറി അലൊക്കേറ്റ് ചെയ്യണം. ഡൈനാമിക് മെമ്മറി അലൊക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഈ PTR ഒരു ന്യൂ ഓപ്പറേറ്റർ യൂസ് ചെയ്ത് ഡൈനാമിക്കായിട്ട് മെമ്മറി അലൊക്കേറ്റ് ചെയ്യണം. ന്യൂ എംപ്ലോയി എന്ന് കൊടുക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കുമ്പോഴേക്കും ഈ കോഡിന് 4 ബൈറ്റ്, ഈ നെയിമിന് 15 ബൈറ്റ്, സാലറിക്ക് 4 ബൈറ്റ്, അങ്ങനെ 23 ബൈറ്റ് മെമ്മറി സ്പേസ് അലൊക്കേറ്റ് ചെയ്യും. എന്നിട്ട് അതിൻ്റെ ബേസ് അഡ്രസ്സ്, സ്റ്റാർട്ടിങ് അഡ്രസ്സ് ഇതിലേക്ക് സ്റ്റോർ ആവും. ഈ PTR എന്ന് പറയുന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ആവും. ഇനി അടുത്ത് നമ്മൾ കൊടുക്കുകയാണ് ഒന്നാമത്തെ ഈ കോഡിൻ്റെ വാല്യൂ കൊടുക്കുകയാണ്. അതിന് കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഈ PTR ആരോ ഈ കോഡ് ഈക്വൽ ടു
നമ്മളൊരു നമ്പർ കൊടുക്കുകയാണ് 63458 എന്ന് പറയുന്ന എംപ്ലോയി കോഡ് നമ്മൾ സ്റ്റോർ ചെയ്യുകയാണ്. അടുത്ത നമുക്ക് ഇതെന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് അസൈൻമെൻ്റ് ആണ്. നമ്മൾ വാല്യൂ ഡയറക്റ്റ് ആയിട്ട് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്ത് ഇതിലേക്ക് അസൈൻ ചെയ്യുന്നു. എംപ്ലോയി കോഡിൻ്റെ വാല്യൂ നമുക്കറിയാം, അത് നമ്മൾ കൊടുത്തു 63458 ആണെന്ന്. ഇനി നമുക്ക് കീബോർഡിൽ നിന്ന് അക്സെപ്റ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ സിഇൻ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യും. അപ്പോൾ സിഇൻ EPTR ആരോ ഓപ്പറേറ്റർ സാലറി. അപ്പോൾ ഇവിടെ ഹൈഫൺ ആരോ ആ പോയിൻ്റർ വേരിയബിളിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഹൈഫൺ ആരോ ഓപ്പറേറ്ററാണ് യൂസ് ചെയ്യുന്നത്. EPTR ഹൈഫൺ ആരോ സാലറി. അപ്പോൾ അങ്ങനെ നമുക്ക് കീബോർഡിൽ നിന്നും സാലറി കൊടുക്കാനായിട്ട് കഴിയും. ഓക്കെ, അപ്പോൾ അതിൻ്റെ സിൻറ്റാക്സ് സ്ട്രക്ചർ പോയിൻ്റർ ആണെന്നുണ്ടെങ്കിൽ ക്യാരക്ടർ സ്ട്രക്ചർ പോയിൻ്ററിൻ്റെ എലിമെൻറ്റ്സിനെ ആക്സസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡോട്ട് ഓപ്പറേറ്റർ അല്ല, പകരം ഹൈഫൺ ആരോ ഓപ്പറേറ്ററാണ് ഉപയോഗിക്കുന്നത്. ഇനി അടുത്ത വേറൊരു എക്സാമ്പിൾസ് നോക്കാം. ഇവിടെ കുറച്ച് വ്യത്യാസമുണ്ട്. ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഈ IP എന്ന് പറയുന്ന ഒരു പോയിൻ്ററിന് കൊടുത്തിരിക്കുന്ന സ്ട്രക്ചറിനകത്താണ്. അപ്പോൾ ഈ സ്ട്രക്ചർ എലിമെൻറ്റ് ക്യാൻ ആൾസോ ബി ഡിക്ലെയർഡ് ആസ് എ പോയിൻ്റർ. അപ്പോൾ IP എന്ന് പറയുന്നത് ഇതിനകത്തുള്ള സ്ട്രക്ചർ എലിമെൻറ്റ്സ് ആണ്. എംപ്ലോയി എന്ന് പറയുന്ന സ്ട്രക്ചറിനകത്തുള്ള എലിമെൻറ്റ്സ് ആണ്. ഈ കോഡ്, ഈ നെയിം, സാലറി. അതിനോടൊപ്പം നമ്മളൊരു പോയിൻ്റർ കൂടെ കൊടുക്കുകയാണ്, ഇൻറ്റ് സ്റ്റാർ IP. അപ്പോൾ IP എന്ന് പറയുന്നത് നാലാമത്തെ ഡേറ്റ ഐറ്റമാണ്. എംപ്ലോയി എന്ന് പറയുന്ന സ്ട്രക്ചറിനകത്തുള്ള ഐറ്റമാണ് IP. അതും ഒരു ക്യാരക്ടർ പോയിൻ്ററായിട്ട് അല്ലെങ്കിൽ ഒരു ഇൻറ്റിജർ പോയിൻ്ററായിട്ട് അല്ലെങ്കിൽ ഒരു ഫ്ലോട്ട് പോയിൻ്ററായിട്ട് നമുക്ക് കൊടുക്കാം. അപ്പോൾ ഈ പോയിൻ്റർ വേരിയബിളിനെ ആക്സസ് ചെയ്യണമെങ്കിലും അതിനും കുറച്ച് വ്യത്യാസമുണ്ട്. അല്ലെങ്കിൽ സാധാരണ നമ്മൾ ഡോട്ട് ഉപയോഗിക്കും, പക്ഷേ ഇവിടെ ഡോട്ട് ഉപയോഗിക്കാൻ പറ്റില്ല, ആരോ ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. IP പോയിൻ്റ് ചെയ്യുന്ന ഏതിനെയാണ് കണ്ടുപിടിക്കേണ്ടത്. IP എന്ന് പറയുന്നത് ഏതോ ഒരു മെമ്മറി ലൊക്കേഷൻ്റെ അഡ്രസ്സാണ്. അപ്പോൾ ഈ മെമ്മറി ലൊക്കേഷൻ്റെ അഡ്രസ്സിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂ ഏതാണെന്ന് നമുക്കറിയണം. അപ്പോൾ ഇൻറ്റിജർ പോയിൻ്ററാണ്. ഈ IP എന്ന് പറയുന്ന മെമ്മറി അഡ്രസ്സിൽ ഏതോ ഒരു ഡേറ്റ ഐറ്റം സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഡേറ്റ ഐറ്റത്തിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ സ്റ്റാർ ഓപ്പറേറ്ററാണ് വാല്യൂ അറ്റ് ഓപ്പറേറ്റർ. വാല്യൂ അറ്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് EPTR ആരോ IP എന്ന് കൊടുക്കണം. ഡോട്ടിന് പകരം ഇവിടെ കൊടുക്കുന്ന ആരോ ഓപ്പറേറ്ററാണ്. അല്ല എങ്കിൽ നമുക്ക് ഈ രീതിയിലും കൊടുക്കാം, ബ്രാക്കറ്റ് ഇടാതെ EPTR ആരോ കഴിഞ്ഞിട്ട് സ്റ്റാർ IP ആ രീതിയിലും കൊടുക്കാം. ഈ രണ്ട് രീതിയിൽ സ്റ്റാർ ഓപ്പറേറ്റർ യൂസ് ചെയ്ത് നമുക്ക് സ്ട്രക്ചറിനകത്തുള്ള പോയിൻ്റർ വേരിയബിൾ പോയിൻ്റ് ചെയ്യുന്ന ഡേറ്റയെ കണ്ടുപിടിക്കാം. അപ്പോൾ ഏത് ഡേറ്റയിലേക്കാണ് ഈ പോയിൻ്റർ വേരിയബിൾ പോയിൻ്റ് ചെയ്യുന്നത്, സ്റ്റോർ ചെയ്തിരിക്കുന്നതെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ രണ്ട് രീതിയിൽ കൊടുക്കാം. സ്റ്റാർ ഇട്ടിട്ട് EPTR ആരോ IP എന്നും കൊടുക്കാം, അല്ലെങ്കിൽ EPTR ആരോ കഴിഞ്ഞിട്ട് സ്റ്റാർ IP എന്നും കൊടുക്കാം. അപ്പോൾ ഇത്ര ഓർമ്മിച്ചാൽ മതി. സ്ട്രക്ചർ പോയിൻ്ററിൻ്റെ എലിമെൻറ്റ്സിനെ ആക്സസ് ചെയ്യാൻ ഡോട്ട് അല്ല ഉപയോഗിക്കേണ്ടത്. പോയിൻ്റർ വേരിയബിളാണ് വരുന്നതെങ്കിൽ ആരോ ഓപ്പറേറ്ററാണ് ഉപയോഗിക്കേണ്ടത്. ഇനി അടുത്ത ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക്കാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചെറിയൊരു ടോപ്പിക്കാണ് സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ. അപ്പോൾ സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രക്ചറിനെ ആ സ്ട്രക്ചറിനകത്തുള്ള ഒരു എലിമെൻറ്റ് പോയിൻ്റ് ചെയ്യുന്നു എങ്കിൽ അതിനെ സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രക്ചറുണ്ട്. ഇപ്പം നമ്മൾ സ്ട്രക്ചർ എംപ്ലോയി എന്നൊരു സ്ട്രക്ചർ ഡിക്ലെയർ ചെയ്യുകയാണ്. ഇതിനകത്ത് 3 ഐറ്റംസ് ഉണ്ട്, ഈ കോഡ്, ഈ നെയിം, സാലറി. അടുത്ത് ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ഇതേ സ്ട്രക്ചർ ടാഗ്. ഇപ്പോൾ സ്ട്രക്ചർ ടാഗ് എന്ന് പറഞ്ഞാൽ ഒരു യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പാണ്. നമ്മൾ യൂസർ തന്നെ ഡിഫൈൻ ചെയ്ത ഒരു ഡേറ്റ ടൈപ്പാണ് എംപ്ലോയി. അപ്പോൾ എംപ്ലോയിയുടെ ഒരു ഡേറ്റ ഐറ്റം, സാധാരണ എംപ്ലോയി വെളിയിലാണ് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ സ്ട്രക്ചറിനകത്ത് തന്നെ നമ്മൾ ഡിക്ലെയർ ചെയ്യാണ്, എംപ്ലോയി സ്റ്റാർ EP എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ഈ സെയിം സ്ട്രക്ചറിൻ്റെ ഒരു എലിമെൻറ്റിനെ ഈ സ്ട്രക്ചറിനകത്ത് കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെ കൊടുക്കുന്നതിന് പറയുന്നതാണ് സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ. അപ്പോൾ ഇവിടെ ആദ്യം ഈ കോഡുണ്ട്, അടുത്ത് ഈ നെയിമുണ്ട്, അടുത്ത് സാലറി ഉണ്ട്, അടുത്ത് നാലാമത്തെ എലിമെൻ്റ് എന്ന് പറയുന്നത് ഒരു പോയിൻ്റർ വേരിയബിളാണ്. പോയിൻ്റർ വേരിയബിളിൽ സ്റ്റോർ ചെയ്യുന്നത് സ്ട്രക്ചറിൻ്റെ അഡ്രസ്സാണ്. അപ്പോൾ ഈ സ്ട്രക്ചർ ഏതോ ഒരു സ്ട്രക്ചറിൻ്റെ അഡ്രസ്സാണ് സ്റ്റാർ EPക്കാതിരിക്കുന്നത്. അപ്പോൾ ഒരു സ്ട്രക്ചർ, അതിനകത്ത് അടുത്ത സ്ട്രക്ചറിൻ്റെ അഡ്രസ്സ്. അപ്പോൾ ഇനി ആ സ്ട്രക്ചറിൽ പോകുമ്പോഴേക്കും അതിനകത്ത് അടുത്ത സ്ട്രക്ചറിൻ്റെ അഡ്രസ്സ് കിട്ടും. അപ്പോൾ ഇങ്ങനെ അറേ ഓഫ് സ്ട്രക്ചേഴ്സ്. അപ്പോൾ കുറേ സ്ട്രക്ചേഴ്സ് ഉണ്ട്. ആദ്യത്തെ സ്ട്രക്ചറിൽ രണ്ടാമത്തെ സ്ട്രക്ചറിൻ്റെ അഡ്രസ്സ് ഇരിക്കും, രണ്ടാമത്തെ സ്ട്രക്ചറിൽ മൂന്നാമത്തെ സ്ട്രക്ചറിൻ്റെ അഡ്രസ്സ് കാണും,
മൂന്നാമത്തെ സ്ട്രക്ചറിൽ നാലാമത്തെ സ്ട്രക്ചറിൻ്റെ അഡ്രസ്സ് കാണും. അപ്പോൾ അങ്ങനെ സ്ട്രക്ചറുകളെ നമുക്ക് കണക്ട് ചെയ്ത് പോകാം. അപ്പോൾ ഒരു കുട്ടിയുടെ ഡീറ്റെയിൽസ് ഉണ്ട്, ആ കുട്ടിയുടെ ഡീറ്റെയിൽസിനോടൊപ്പം അടുത്ത കുട്ടിയുടെ ഡീറ്റെയിൽസിലേക്ക് ഒരു ലിങ്ക് കൊടുക്കുന്നു. ആ രണ്ടാമത്തെ കുട്ടിയുടെ ഡീറ്റെയിൽസിനോടൊപ്പം മൂന്നാമത്തെ കുട്ടിയുടെ ഡീറ്റെയിൽസിലേക്ക് ഒരു ലിങ്ക്, ഒരു കണക്ഷൻ കൊടുക്കുന്നു. അടുത്ത മൂന്നാമത്തെ കുട്ടിയുടെ ഡീറ്റെയിൽസും അതിനോടൊപ്പം നാലാമത്തെ കുട്ടിയുടെ ഒരു ലിങ്കും കൊടുക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒന്നിൽ നിന്നും അടുത്തതിലേക്ക്, അടുത്തതിൽ നിന്നും അടുത്തതിലേക്ക്, അങ്ങനെ ഒരു കണക്ഷൻ വരുന്ന ലിസ്റ്റിന് പറയുന്ന ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയും. അപ്പോൾ ഇങ്ങനെയുള്ള ലിങ്ക്ഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ട്രീ എന്നൊക്കെ പറയും. ഇത് നമുക്ക് അടുത്ത മൂന്നാമത്തെ ചാപ്റ്റേഴ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം, ലിങ്ക്ഡ് ലിസ്റ്റ് എന്താണെന്നുള്ളത്. അപ്പോൾ അവിടെ നമ്മൾ വീണ്ടും ഈ ടോപ്പിക് എടുത്തിടും, സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ യൂസ് ചെയ്ത് ലിങ്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ലിങ്ക് ലിസ്റ്റ് പോലുള്ള ഡൈനാമിക് ഡേറ്റ സ്ട്രക്ചേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റാണ് സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ. അപ്പോൾ ഇപ്പം നമ്മൾ ഇത്രയും പഠിച്ചാൽ മതി. സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? എ സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ ഈസ് എ സ്ട്രക്ചർ ഇൻ വിച്ച് വൺ ഓഫ് ദ എലിമെൻറ്റ്സ് ഈസ് എ പോയിൻ്റർ ടു ദ സെയിം സ്ട്രക്ചർ. സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു സ്ട്രക്ചർ തന്നെയാണ്, അതിൽ ഒരു എലിമെൻ്റ് ഒരു പോയിൻ്ററാണ്. ആ പോയിൻ്റർ എന്തിനെ പോയിൻ്റ് ചെയ്യും? പോയിൻ്റർ ടു ദ സെയിം സ്ട്രക്ചർ, അതേ സ്ട്രക്ചറിനെ പോയിൻ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ. ഒരു എക്സാമ്പിളും കൂടെ പഠിച്ചു വെച്ചോളണം, ഇമ്പോർട്ടൻ്റ് ആണ്, ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് എപ്പോഴും ചോദിക്കാറുള്ളതാണ് സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ വരുന്നത്. ഫസ്റ്റ് ചാപ്റ്ററിൽ പ്രധാനമായിട്ട് രണ്ട് സെക്ഷൻസാണ് നമ്മൾ പഠിച്ചത്, സ്ട്രക്ചേഴ്സും പോയിൻറ്റേഴ്സും. അപ്പോൾ ആ രണ്ട് കൺസെപ്റ്റും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. അപ്പോൾ പഠിച്ച കാര്യങ്ങളെല്ലാം റിവൈസ് ചെയ്യണം. 5 പാർട്ട് ഉണ്ടായിരുന്നു, 5 ക്ലാസ് ആയിട്ടാണ്, 5 വീഡിയോസ് ആയിട്ടാണ് നമ്മൾ ഈ ഫസ്റ്റ് ചാപ്റ്റർ കവർ ചെയ്തത്. അപ്പോൾ ബാക്കി 5 വീഡിയോസ് യൂട്യൂബിലുണ്ട്. അപ്പോൾ കാണാത്തവർ, നേരത്തെ ഉള്ളത് ഏതെങ്കിലും മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ ആ വീഡിയോസും കാണണം. എല്ലാം കണ്ട് നന്നായിട്ട് പഠിക്കണം. ഇനി അടുത്തുള്ള അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് തരും. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് എല്ലാം അതിൻ്റെ ഉത്തരങ്ങൾ കണ്ടെത്തി നോട്ട്ബുക്കിൽ എഴുതി എനിക്ക് അയച്ചു തരികയും വേണം. ഓക്കെ.